ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ ഭൂരിഭാഗം പേരും ദിവസവും രാവിലെയും വൈകുന്നേരവും ഭഗവത് നാമങ്ങളും ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുന്നവരാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും മനസ്സിൽ വന്നിട്ടുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഞാൻ ഇത്രയധികം ഭഗവാനെ വിളിച്ചിട്ടും നാമം ജപിച്ചിട്ടും എന്തുകൊണ്ടാണ് ഭഗവാൻ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാത്തത്? എനിക്ക് മാത്രമാണോ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും മാറാത്തത്? അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഭഗവാൻ നമ്മളെ കൈവിട്ടതാണോ, അതോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണോ? ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. വീഡിയോ മുഴുവനായും കാണുക, മനസ്സ് ശാന്തമാകും. ഒന്നാമത്തെ കാരണം ഭഗവാന്റെ പരീക്ഷണം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ കൃഷ്ണൻ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യമാണ്. ഞാൻ ഒരാളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം ഞാൻ അയാളുടെ സമ്പത്ത് എടുത്തു മാറ്റും. കഠിനമായ അവസ്ഥകളിലും ഭക്തൻ തന്നെ മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഭഗവാന്റെ ഒരു പരീക്ഷണമാണിത്. കഠിനമായ ദാരിദ്ര്യം വന്നിട്ടും കുചേലൻ ഭഗവാനെ കൈവിട്ടില്ല. ഒടുവിൽ ഭഗവാൻ കുചേലന് അളവറ്റ ഐശ്വര്യം നൽകി. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വരാനിരിക്കുന്ന വലിയൊരു നല്ല കാലത്തിന് തൊട്ടു മുമ്പുള്ള ഭഗവാന്റെ ഒരു പരീക്ഷണം മാത്രമാണ്. രണ്ടാമത്തെ കാരണം ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. നമ്മൾ ദിവസവും നാമം ജപിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ മാത്രം ഒതുങ്ങിപ്പോയത്. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഇതിലും വലിയ അപകടങ്ങളോ കടുത്ത രോഗങ്ങളോ വന്ന് നമ്മുടെ കുടുംബം തകർന്നു പോകുമായിരുന്നു. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിൽ കൊണ്ടു എന്ന്. അതുപോലെയാണ് നമ്മുടെ കണ്ണിലേക്ക് നേരിട്ട് വന്ന് നമ്മുടെ കുടുംബത്തെ തകർത്തു കളയേണ്ട വലിയൊരു ദുരന്തമോ കഠിനമായ രോഗങ്ങളോ വരുമായിരുന്നു. ഭഗവാൻ തൻ്റെ കാരുണ്യം കൊണ്ട് ആ വലിയ ദുരന്തത്തെ മാറ്റി ഈ ചെറിയ സാമ്പത്തിക പരീക്ഷണത്തിൽ മാത്രം നമ്മളെ കാത്തു രക്ഷിച്ചതാണ്. നാരായണ നാമം ഒരു കവചം പോലെ എപ്പോഴും നമ്മുടെ കുടുംബത്തിന് ചുറ്റുമുണ്ട്. നാരായണ നാമത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഭാഗവതത്തിലെ അജാമിളൻ്റെ കഥ നമ്മൾ ഓർക്കണം. ജീവിതകാലം മുഴുവൻ പാപം ചെയ്ത അജാമിളൻ തൻ്റെ മരണസമയത്ത് യമദൂതന്മാരെ കണ്ടു ഭയന്നാണ് തൻ്റെ ഇളയ പുത്രനായിരുന്ന നാരായണനെ പേരെടുത്ത് വിളിച്ചത്. മകനെയാണെങ്കിലും നാരായണ എന്ന നാമം ഉച്ചരിച്ചതുകൊണ്ട് മാത്രം ഭഗവാന്റെ ദൂതന്മാർ വന്ന് അജാമിളനെ യമപുരിയിൽ നിന്നും രക്ഷിക്കുകയും മോക്ഷം നൽകുകയും ചെയ്തു. അറിയാതെയാണെങ്കിലും നാരായണ നാമം അജാമിളനെ രക്ഷിച്ചെങ്കിൽ ദിവസവും ഭക്തിയോടെ ഭഗവാനെ വിളിക്കുന്ന ഭക്തരെ ഭഗവാൻ കൈവിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നുണ്ട്. അതിനുള്ള ഫലം തക്ക സമയത്ത് ഭഗവാൻ നമുക്ക് നൽകുക തന്നെ ചെയ്യും. പ്രാർത്ഥനയോടൊപ്പം ഭഗവാൻ നമ്മളിൽ നിന്നും ചില പ്രായോഗിക കാര്യങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. വഴിമുട്ടി നിൽക്കുമ്പോഴാണ് മനുഷ്യൻ പുതിയ വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നതും ആ വഴികൾ തുറക്കുന്നതും. നിലവിലുള്ള വരുമാനത്തിൽ മാത്രം ഒതുങ്ങാതെ പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഒരടി മുന്നോട്ട് വെച്ചാൽ ഭഗവാൻ 10 അടി മുന്നോട്ട് വന്ന് നമ്മളെ സഹായിക്കും, വഴി തുറന്നു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണ്ട് ഭഗവാനുള്ള വിശ്വാസം ഒട്ടും കൈവിടരുത്. നാമജപങ്ങൾ മുടങ്ങാതെ തുടരുക. കാർമേഘങ്ങൾ മാറി സൂര്യൻ ഉദിക്കുന്നത് പോലെ കടങ്ങളും പ്രതിസന്ധികളും മാറി വരും. തീർച്ചയായും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന ഒരിക്കലും ഫലം ചെയ്യാതെ പോകില്ല. ഒന്നോർക്കുക, ഭഗവാൻ തന്നെയാണ് നമ്മുടെ അഭയവും നമ്മുടെ രക്ഷകനും. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ എത്ര കഠിനമായാലും മനസ്സിലെ ആ ഒരൊറ്റ ദൈവത്തിലുള്ള വിശ്വാസം ഒട്ടും ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുക. പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുക, കഠിനാധ്വാനം ചെയ്യുക, ബാക്കിയെല്ലാം ആ കാൽക്കൽ സമർപ്പിക്കുക. വഴി അടഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് ആ മാധവൻ നമുക്കായി വലിയൊരു വഴി തുറന്നു തരും. പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ. ഭഗവാൻ കൂടെയുണ്ടെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഓ നമോ നാരായണ എന്ന് കമൻറ്റ് ചെയ്യൂ.